നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുന്നു. അന്നവസ്ത്രാദിനാന്നകളെ എണ്ണമില്ലാതെമേൽ ചൊരിഞ്ഞു. എൻ മകൾ കൺമണി പോലെ കാക്കുന്നു നീ. നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയാൽ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നാശമില്ലാത്തവകാശമോ യേശുവിൻ പാദസന്നിധിയിൽ നീതിയിൽ വാടമോടികളും തന്മക്കൾക്കു സ്വർഗ്ഗേലേരിക്കും. നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ മഹാകൃപയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. ചേർന്നു. നിൻ മഹാകൃപയാൽ പിതാവാം ദൈവമേ ഞങ്ങളെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ച വിധങ്ങൾക്കായി, അങ്ങനെ നടത്തിയ വിധങ്ങൾക്കായി, അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയ വിധങ്ങൾക്കായി, ഞങ്ങളെ പരിപാലിച്ച വിധങ്ങൾക്കായി. ഓ ഓ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നോ. നിൻ യോഗ്യത കൊണ്ടല്ല, നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ശക്തിയോ നമ്മുടെ ബലമോ നമ്മുടെ കഴിവോ നമ്മുടെ കുടുംബ മഹിമയോ നമ്മുടെ ശ്രേഷ്ഠത ഒന്നും കൊണ്ടുമല്ല. ആ മക സ്നേഹത്താൽ, ആ മക സ്നേഹത്താൽ, ആ ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന്റെ മറുവിലയായി അവൻ നമ്മെ സ്നേഹിച്ചതിന്, അവൻ നമ്മെ കരുതിയതിന്, അവൻ നമ്മെ വഴി നടത്തിയതിന്, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ, നമ്മുടെ രോഗത്തിന്റെ മേൽ, നമ്മുടെ പ്രശ്നങ്ങളുടെ മേൽ, നമ്മുടെ പ്രതിസന്ധികളുടെ മേൽ അവൻ നമുക്കായി കരുതി, അവൻ നമ്മെ പരിപാലിച്ചു. നിത്യജീവന് വേണ്ടി നിത്യമായി അവൻ നമ്മെ സ്നേഹിച്ചു, നിത്യമായി അവൻ നമ്മെ വഴി നടത്തി. നല്ല പിതാവേ, ഈ നല്ല പകലിനായി ഞങ്ങൾ അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. ദൈവസേന വരുവാൻ ഞങ്ങൾക്ക് നൽകിയ മകൾ ഭാഗ്യത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളോട് കാണിച്ച കൃപയ്ക്കായി, കരുതലിനായി, സ്നേഹത്തിനായി സ്തോത്രം. ഇതൊന്നും ഞങ്ങളുടെ കൃപയുടെ ഗുണമല്ല, ഇതൊന്നും ഞങ്ങളുടെ കഴിവല്ല കർത്താവ്. ഞങ്ങൾ ജീവനോടായിരിക്കുന്നത് അങ്ങയുടെ ദയ ഞങ്ങളോട് ദീർഘമാക്കിയത് കൊണ്ടാണ്. ഇന്ന് പകൽക്കാലവും ഞങ്ങളെ ദീർഘമാക്കിയ ദയക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കണം. ദൈവജനത്തിനെ ആരെയാണ് ഞങ്ങൾ മധ്യപ്പെടുത്തും. പ്രാർത്ഥന കേൾക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം എന്നെ ഇവിടെ ക്ഷണിച്ച പ്രിയ ദൈവസഭയ്ക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. ഇന്നലെ വൈകിട്ടും ഇന്ന് പകലുമാണ് എന്നെ ക്ഷണിച്ചതെങ്കിലും കുറച്ച് സമയത്തിന്റെ സാഹചര്യ ബുദ്ധിമുട്ടുകൾ കൊണ്ട് കടന്നു വരാൻ കഴിഞ്ഞില്ല. പ്രാരംഭമായി ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ഇന്ന് പകൽക്കാലം നിങ്ങൾ മധ്യമായിരിക്കുന്നതിൽ ഞാൻ അധികം സന്തോഷമായിരിക്കുന്നു. പ്രത്യേകിച്ച് ദൈവദാസന്മാരുടെ വലിയ നിര ഇവിടെ ഉണ്ട്. ദൈവമക്കൾ
വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിനായി കഴിഞ്ഞ 2 ദിവസക്കാലം നമ്മൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടെ ദൈവത്തിനായിരുന്നു. 3 ദിവസം ഉപവാസമല്ലായിരുന്നു, ഉപവാസമായിരുന്നു. പക്ഷെ എങ്കിൽ ആരാധനയോ ബലോ ഒന്നും 3 ദിവസം ഉപവാസത്തിന്റെ കാണുന്നില്ല. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ ഇട്ട്, സെക്കൻഡ് ഇയർ ഇട്ട്, തേർഡ് ഇയർ ഇട്ട്, ഫോർത്ത് ഇയർ ഇടുമ്പോൾ വണ്ടി എത്ര എത്തും? ഒരു 60 മേപ്പോട്ട് പോകണം. ഇപ്പോഴും എന്റെ ഒരു രീതി നോട്ടത്തിൽ ഞാൻ കണ്ടത് ഇപ്പോഴും വണ്ടി 10 മാത്രമേ പോകുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഏത് ഗിയറിലാ? ഫസ്റ്റ് ഗിയറിലാ. ഇനിയും ഫോർത്ത് ഗിയറിൽ വരെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വളരെ പ്രാർത്ഥനയോടായിരിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ദൈവദാസ് സമർപ്പിച്ചതുപോലെ ജോൺ സക്കറിയ എന്നാണ്. ദൈവത്തിന് വചനമായി കഴിഞ്ഞ 9 പരം വർഷമായി ദൈവം ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയും ദൈവത്തിന്റെ സ്നേഹത്തെയും ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയ ദൈവങ്ങളുടെ പപ്പായും മമ്മിയും ബീച്ചാനും കുടുംബമായിട്ടൊക്കെ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അനേക നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയമാണ് പ്രിയ ദൈവങ്ങളുടെ പപ്പായെ കുറിച്ച്. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. എന്റെ ദാസനെ ഞങ്ങളോട് ഒരുമിച്ച് ആയിരിക്കുമ്പോൾ ദൈവം ഒരുക്കിയ ആ മകൻ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മുഖവേൽ പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. ഇന്നത്തേക്കായി വളരെ വേഗം ഒരു ദൈവഭാഗത്ത് കടന്നു വരാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം വാക്യം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 2:24. ഒന്ന് പത്രോസ് 2-ാം അധ്യായം 24-ാം വാക്യം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മതി. ഇന്ന് പകൽക്കാലം നമ്മൾ ഈ വചനത്തെ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് പകൽക്കാലം വചനത്തെ ദൈവം വാഴ്ത്തി അനുഗ്രഹിച്ച് നമുക്ക് തരേണ്ട ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ വചനത്തിനകത്ത് ഒരുപാട് ചിന്തകൾ അടങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഈ വചനം എത്രത്തോളം പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ലെങ്കിലും വളരെ പ്രാർത്ഥനയോടെ നമ്മളായിരിക്കുക. ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. ഒന്ന്, നാം എങ്ങനെ മരിച്ചു? പാപം സംബന്ധിച്ച് മരിച്ചു. ദൈവത്തിന്റെ സൃഷ്ടിയായ ആദാമവർഗം പാപത്തിന്റെ പരിമിത ഫലമായ ഏതും തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എന്ന് വെച്ചാൽ പക്ഷേ കൂടെയും കുറച്ചു. എന്റെ സൗണ്ട് വളരെ കൂടുതലാണ്, അതുകൊണ്ട് കൂടെയും കൂടെ ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടാകും. നാം എങ്ങനെ മരിച്ചവരായിരുന്നു? പാപം സംബന്ധിച്ച് മരിച്ചവരായിരുന്നു. ഒന്ന്, നമ്മുടെ പാപം സംബന്ധിച്ച് നമ്മൾ മരിച്ചത് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ വിച്ഛേദിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ്? എല്ലാവരും വളരെ സത്യത്തോടായിരിക്കും. ഞാൻ ആരോട് വേണേ ചോദ്യം ചോദിക്കാം, എല്ലാവരും ആൻസർ പറയണം. നാം എങ്ങനെ മരിച്ചു? പാപം സംബന്ധിച്ച് മരിച്ചു. എങ്ങനെ പാപം നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു? അനുസരണക്കേട് നിമിത്തം ദൈവം കൽപ്പിച്ച ആ കൽപ്പനയ്ക്ക് ലംഘന നിമിത്തം എന്ത് വന്നു? ഭൂമിയിൽ പാപം കടന്നു വന്നു. ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. ദൈവത്തെ നിന്ന് നമ്മൾ അന്യപ്പെട്ടത് എന്തുകൊണ്ടാണ്? പാപനിമിത്തമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് അവന്റെ നിത്യ സ്നേഹം കൊണ്ട്. എന്നാൽ മനുഷ്യൻ ദൈവിക കൽപ്പനയിൽ നിന്ന് അന്യപ്പെട്ടത് അല്ലെങ്കിൽ ദൈവ സ്നേഹത്തിൽ നമ്മൾ പിന്മാറ്റപ്പെട്ടത് കൊണ്ട് ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ ചോദിച്ചു. നിങ്ങൾ വളരെ വേഗം ശ്രദ്ധയോടിരുന്നാൽ മതി. ആ ഒറ്റ വാക്യത്തിനാണ് നാം ശുശ്രൂഷിക്കുന്നത്. വളരെ ശ്രദ്ധയോടിരിക്കുക. ആ വാക്യം നിങ്ങൾ മനസ്സിലാക്കിയേ കടന്നു പോകാവൂ. അതെന്റെ വളരെ ഒരു നിർബന്ധമാണ്. ഞാൻ പ്രസംഗിക്കുന്ന ഭാഗത്ത് മനസ്സിലാക്കണം. വെറുതെ കാണാപ്പാടം പഠിക്കാൻ പറ്റുന്ന ഒരു അധ്യായം വാക്യമാണത്. ഒന്ന്, നാം പാപം സംബന്ധിച്ച് മരിച്ചു. മരിക്കണമെങ്കിൽ നാം എന്നുള്ള വ്യക്തിത്വം ഇവിടെ ഇല്ലാതാകണം. ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇല്ലാതാകുമ്പോഴാണ് ക്രിസ്തു എന്നുള്ള വ്യക്തിത്വം എന്നിൽ ജീവിക്കുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധയോടിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ മരിക്കണമെങ്കിൽ ഞാൻ എന്നുള്ള മനോഭാവം മരിക്കണം. ഒന്ന്, എന്റെ വ്യക്തിത്വം മരിക്കണമെങ്കിൽ ഞാൻ ഏതാണ്ടൊക്കെ ആകും ചിന്ത നമ്മളുണ്ട്. എന്റെ കുടുംബ പാരമ്പര്യം വലുതാണ്. ഞാൻ ഏതാണ്ടൊക്കെ ആകും. എന്നെ കൊണ്ട് ചിലത് പറ്റും. ഒന്നും ആകത്തില്ല. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എത്തത്തില്ല ക്രിസ്തുവിനെ കൂടാതെ. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നാം എന്നുള്ള വ്യക്തിത്വം മരിക്കണം. നാം എന്നുള്ള വ്യക്തിത്വം മരിച്ചില്ലെങ്കിൽ നാമും ക്രിസ്തുവുള്ള ബന്ധത്തിന് ഇവിടെ അടിയറയില്ല, അല്ലെങ്കിൽ അടിസ്ഥാനമില്ല. ക്രിസ്തുവും നാമുള്ള ബന്ധത്തിന് എന്താണ് ഒന്നാമത്തെ കാരണം? നാം എന്ന് പറഞ്ഞ വ്യക്തിത്വം മരിക്കണം. അതാണ് സ്നാനത്തിന് സംഭവിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിക്കുന്നത് വെള്ളത്തിലേക്ക് കാണ്ട് താഴോട്ട് പോകുമ്പോൾ നാം എന്താകുന്നു? മരിക്കുന്നു. ലോകത്തിൽ നിന്ന്, നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ പശ്ചാത്തലവും അന്ന് അവിടെ കുഴിച്ചിട്ടു. കുഴിച്ചിട്ട ശേഷം അവൻ ഉയർക്കുന്നത് അടുത്ത ഭാഗമാണ്. നാം എന്ത് സംബന്ധിച്ച് മരിച്ചു? പാപം സംബന്ധിച്ച് മരിച്ചു. മരണനിമിത്തം, പാപം നിമിത്തം മരണം ഭൂമിയിലേക്ക് കടന്നു വന്നു. മരണം നിമിത്തം ദൈവിക ന്യായവിധി ഭൂമി കടന്നു വന്നു. ദൈവിക ന്യായവിധി കടന്നു വരാനുള്ള കാരണം നാം പാപം ചെയ്തത് കൊണ്ടാണ്.
പാപം ചെയ്തതുകൊണ്ട് ദൈവിക ന്യായവിധി ഭൂമി കടന്നു വന്നു. ദൈവിക ന്യായവിധി ഭൂമി കടന്നു വന്നതുകൊണ്ട് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് യാഗം ചെയ്തവരോട് നിയമം ചെയ്തവരുടെ വിശുദ്ധന്മാരെന്ന് പറയുന്നത് നമ്മളെ പഠിപ്പിക്കുന്നു. യാഗ നിമിത്തം മാത്രമേ ദൈവം മനുഷ്യനോട് ബന്ധമുള്ളായിരുന്നു. ഒരു പാപം ചെയ്താൽ അവൻ ആടിനെയോ പ്രാവിനെയോ മറ്റുള്ള എന്തെങ്കിലും വിശുദ്ധമായ മൃഗത്തിനെ അവൻ അറുത്ത് പുരോഹിതന് മുമ്പായി കൊണ്ടുവന്ന അവനും പുരോഹിതനും അവനും ദൈവമായിട്ടുള്ള ബന്ധത്തിന് ആ യാഗം അവിടെ നിയമമായിരുന്നു. യാഗം എന്തായിരുന്നു? പാപനിമിത്തം അത് നിയമമായി മാറ്റപ്പെട്ടു. പാപം നിയമമാക്കപ്പെട്ടപ്പോൾ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ബന്ധത്തിന് വില കൊടുക്കണം. ആ വില എന്താണ്? ഒരു ആടിനെയോ ഒരു കാളയോ ഒരു പ്രാവിനെയോ കൊടുക്കുന്ന വിലയാണ് ഒരു സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും വില. മൗനമായിരിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ തോന്നുന്നത്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ഇന്നത്തെ കാലത്ത് ഒരു പശുവിന് എത്ര, ഒരു കാളയ്ക്ക് എത്ര വിലയുണ്ട്? എന്റെ ഒരു അറിവ് വെച്ച് ഇപ്പൊ 25,000-30,000 വിലയുണ്ട്. എന്റെ അറിവ് വെച്ച് അങ്ങനെയാണെന്ന് എന്റെ ചിന്ത. എങ്ങനെയെങ്കിൽ യാഗം കർപ്പിച്ച് വേണം ദൈവത്തോട് നിയമം ചെയ്ത് വിശുദ്ധരാകാൻ. അപ്പൊ യാഗം അർപ്പിക്കണമെങ്കിൽ എത്ര രൂപ മുടക്കണം? 35,000 രൂപ മുടക്കണം. എന്തിന്? ദൈവമായിട്ടുള്ള ബന്ധത്തിന്. മനസ്സിലാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. ദൈവമായിട്ടുള്ള ബന്ധം നമ്മിൽ വേണമെങ്കിൽ നാം എന്ത് കൊടുക്കണം? 30,000 രൂപ മുടക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ആരാധനയും കടന്നു എത്ര രൂപ ചെലവുണ്ട്? 10-20 രൂപ ചെലവേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വീട്ടിൽ ഇവിടെ വന്നിരിക്കുന്നത് എങ്ങനെയാ? എങ്ങോട്ട് കാറ്റടിച്ചാലും നീങ്ങുന്ന രീതിയില്ല. എങ്ങോട്ട് കാറ്റടിച്ചാലും ഭാഷ അങ്ങോട്ട് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോകോളാം, ഇങ്ങോട്ട് പറഞ്ഞാൽ ഇങ്ങോട്ട് വന്നോളാം, എനിക്കൊരു പ്രശ്നമില്ല, ഞാനിവിടെ 1 മണി വരെ ഇരുന്നിട്ട് ഞാൻ. എന്നാൽ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാലത്ത് യഹൂദന്മാരെ കുറിച്ച് ഞാൻ ഇപ്പോഴും പഠിക്കുകയുണ്ടായിരിക്കും. വളരെ അവരുടെ വിശ്വാസം, ദൈവത്തോടുള്ള വിശ്വാസം ഒരു ഭ്രാന്തന്മാരെ പോലെ വിശ്വാസത്തിന് വേണ്ടി അവർ ദൈവത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ്. എന്നാൽ പുതിയ നിയമ വിശ്വാസിയായ ദൈവത്തിന്റെ രക്തത്താൽ മറുവിലയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഇപ്പോഴും ഒരു അനങ്ങാപ്പാറ പോലെ ഇരിക്കുകയാണ്. നമ്മുടെ സ്തുതിയും സ്തോത്രവും ഉയരത്തിലെത്തണമെങ്കിൽ, നാമും തമ്മിലുള്ള ബന്ധം ഉയരത്തിലെത്തണമെങ്കിൽ യാഗം വേണം. യാഗമില്ലാതെ, ഒരു നിയമമില്ലാതെ ദൈവം ബന്ധം നടത്തില്ല. ദൈവവുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ ഒരു യാഗം വെളിപ്പെടണം. എന്താണ് യാഗം? പുതിയ നിയമത്തിലെ പഴയ നിയമ സങ്കീർത്തനങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ നമ്മളെ ഉള്ളിൽ നിന്ന് എന്ത് ഉയരണം? മൗനത എന്ന യാഗമല്ല, എന്തുയരണം? സ്തോത്രം എന്ന യാഗം ഉയരണം. സ്തോത്രം എന്ന യാഗം ഉയരുമ്പോൾ നാം ദൈവമായിട്ടുള്ള ബന്ധത്തിന് യോജിപ്പുണ്ടാകുന്നു. പുനർയോജിപ്പ് നാം ദൈവമായിട്ടുണ്ടാകുമ്പോൾ നാം പാപത്തിൽ നിന്നും മരിച്ചു. ദൈവത്തോടുള്ള ബന്ധമാണ് മരണം. നമ്മുടെ ചിന്തയിൽ നമ്മൾ മാറരുത്. ഒന്ന്, ദൈവത്തോടുള്ള ബന്ധമാണ് മരണം. വചനം പറയുന്നു, ദൈവസ്നേഹം ലോകത്തോട് ശത്രുത്വമാണ്. ദൈവസ്നേഹം ഒരുവനുണ്ടെങ്കിൽ അവന് ലോകവുമായിട്ടൊരു ബന്ധമില്ല. അവന്റെ ബന്ധം മരിക്കണം. വചനമാണ് പറയുന്നത്, വചനം ഇട്ടല്ല പറയുന്നത്. വചനം അതുപോലെയാണ് പറയുന്നത്. അപ്പൊ ദൈവസ്നേഹം എന്ന് പറയുന്നത് ലോകത്തോട് എന്താണ്? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് എനിക്കും അറിയാം. ഞാൻ ദൈവത്തിന്റെ കൃപയാൽ 8-9 വർഷമായിട്ട് ഈ ശുശ്രൂഷ ഫീൽഡിൽ തന്നെ നിങ്ങൾ എന്നെ കൊഴിപ്പിച്ച് ആരാധനയുടെ മൂടി നിർത്താൻ എനിക്കറിയാം. പക്ഷെ അതുകൊണ്ട് വലിയ പ്രയോജനമില്ല. അതിനേക്കാളൊക്കെ വലുതാണ് ദൈവവചനം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ? എല്ലാവർക്കും സന്തോഷമാണല്ലോ. സന്തോഷമല്ലേ? എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞിട്ട് പോക്കോളാം. അപ്പൊ നമ്മൾ എങ്ങനെ മരിച്ചു? എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് മരിച്ചത്? അപ്പൊ നമ്മൾ ദൈവ സ്നേഹം എന്ന് പറയുന്നത് എന്തിനോട് ശത്രുത്വമാണ്? അപ്പൊ നമുക്ക് നമ്മുടെ ചിന്ത എന്താണ്? ഇന്നൊരു മഴ പെയ്താൽ നനയാതിരിക്കുന്ന ഒരു വീടാണെങ്കിൽ നാളത്തെ ചിന്ത എങ്ങനെ വീട് വാർക്കാമെന്ന്. അങ്ങനെയല്ലേ നമ്മുടെ ചിന്ത? അങ്ങനെ നമ്മുടെ ചിന്ത. ഇപ്പോഴത്തെ ഒരു ചേതക്കിന്റെ സ്കൂട്ടറെ കയറി നടന്ന നാളത്തെ എന്റെ ചിന്ത എന്താ? എങ്ങനെ നല്ലൊരു ബൈക്ക് മേടിക്കാമെന്ന്. ഞാനിപ്പോ ഒരു ചെറിയ 4 വീലുള്ള വാങ്ങുമ്പോൾ നനയാതെ പോയാൽ ഒരു കാറെ കയറി, ഒരു 8ന്റെ കയറി നടന്ന നാളത്തെ എന്റെ ചിന്ത എങ്ങനെ ഒരു ബൊലോറോ മേടിക്കാമെന്ന്. ഇത് ദൈവത്തോട് സ്നേഹമാണോ ദൈവത്തോട് ശത്രുത്വമാണോ? നിങ്ങൾ തന്നെ പറഞ്ഞത് വളരെ സന്തോഷം. എനിക്കിപ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ ദൈവത്തോട് ശത്രുത്വം ചെയ്യുന്നിടത്തോളം കാലം മനുഷ്യനും ദൈവമായിട്ട് ബന്ധമില്ല. ഞാൻ പറയുന്നത് വളരെ ലളിതമായിട്ട് ഞാൻ പറയുന്നത്. ഈ വചനം അധികം വായിക്കണമെന്നില്ല, ഒറ്റ വാക്യം മാത്രമേ പറയുന്നുള്ളൂ.
അപ്പൊ ദൈവത്തോടുള്ള ശത്രുത്വം ഉള്ളിടത്തോളം കാലം നിയമം ചെയ്ത ദൈവത്തോട് നിയമം ചെയ്ത ദൈവത്തോട് വേർതിരിയാൻ കഴിയുമോ? കഴിയുകയില്ല. ഒന്നാമത്തെ ചിന്ത എന്താണ്? നാം പാപം സംബന്ധിച്ച് മരിച്ചു. അപ്പൊ ദൈവത്തോട് ശത്രുത്വം വന്നാൽ, ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ദൈവത്തോട് ശത്രുത്വം വന്നാൽ നമ്മൾ പിന്നെയും പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, നിങ്ങൾ ദൈവത്തിന് അന്യപ്പെട്ടാൽ നിങ്ങൾ ക്രിസ്തു യേശുവിനെ പിന്നെയും ക്രൂശിക്കുന്നുവെന്ന്. അപ്പൊ നമ്മൾ ലോകത്തോട് സ്നേഹവും മനുഷ്യനോടുള്ള സ്നേഹവും അല്ലെങ്കിൽ ലോകത്തോട് നമ്മുടെ പ്രേമ കുടുംബത്തോടുള്ള സ്നേഹം വർദ്ധിക്കുമ്പോൾ ക്രിസ്തുവിനെ എന്ത് ചെയ്യുക? പിന്നെയും. എത്ര നീചമായ അവസ്ഥയാണത്! ദൈവത്തെ ക്രൂശിച്ച വ്യക്തി, ദൈവത്തോട് ശത്രുത്വമുള്ള വ്യക്തി പിന്നെ സ്വർഗ്ഗത്തേക്ക് പോകുമോ? ഞാൻ പറഞ്ഞു 5 ചിന്ത എതിരാത്തോട്ട് അതൊക്കെ പറഞ്ഞു വരണമെങ്കിൽ ഒരുപാട് സമയം വേണമെങ്കിലും ഞാൻ എന്റെ കഴിവിൽ പരമാവധി ഞാൻ ശ്രമിച്ചോളാം. ഒന്ന്, നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചു, അനുസരണക്കേട് നിമിത്തം മരിച്ചു. ലോകത്തിൽ നിന്ന് ദൈവത്തോടുള്ള ശത്രുത്വം നമ്മൾ ഉണർന്നു. എന്തുകൊണ്ട്? ലോകത്തോടുള്ള സ്നേഹ നിമിത്തം. ഒന്നാമത്തെ ചിന്ത കഴിഞ്ഞു. 2, നീതിക്ക്. ഒന്ന്, നമ്മൾ എന്ത് ചെയ്തു? പാപം സംബന്ധിച്ച് മരിച്ചു. 2, നീതിക്ക്. നീതിക്ക് ജീവിക്കണമെങ്കിൽ ആര് നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തണം? ക്രിസ്തു കർത്തൃത്വം നടത്തണം. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒന്ന്, നമ്മൾ പാപം സംബന്ധിച്ച് മരിച്ചു. 2, നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? The God righteousness, dikaios എന്നുള്ള ഗ്രീക്ക് പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒരു അർഹതയും യോഗ്യതയും കഴിവും പ്രാപ്തിയും വേണമെങ്കിൽ ക്രിസ്തു എന്നിൽ കർത്തൃത്വം നടത്തണം. ക്രിസ്തു എന്റെ ജീവിതത്തിൽ രാജാവാകാത്തോളം കാലം ഞാൻ ലോകത്തിൽ രാജാവാകത്തില്ല. ഞാൻ ലോകത്തിൽ കർത്തൃത്വം നടത്തണമെങ്കിൽ ക്രിസ്തു എന്റെ ജീവിതത്തിൽ രാജാവാകണം. ക്രിസ്തു എന്റെ ജീവിതത്തിൽ രാജാവാകണമെങ്കിൽ ഞാൻ നീതിക്ക് ജീവിക്കണം. അപ്പൊ എന്റെ ജീവിതം എന്തിനു വേണ്ടിയാകണം? നീതിക്ക് വേണ്ടിയാകണം. Because God made us a righteous. ദൈവം നമ്മെ നീതിമാനും വിശുദ്ധനുമാക്കി തീർത്തു. അതുകൊണ്ട് നമുക്ക് ലോകത്തോട് ശത്രുത്വം വേണം. ഒന്ന്, നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ പാപം കൊണ്ട് മരിച്ചു. 2, നമ്മൾ വെള്ളത്തിൽ നിന്ന് ഉയരുമ്പോൾ നമ്മൾ നീതിക്ക് ജീവിക്കുന്നു. അപ്പൊ നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാകണം? നീതിക്ക് വേണ്ടിയാകണം. ഞാൻ പറഞ്ഞു വചനത്തിന് അപ്പുറം ഇപ്പുറം ഞാൻ പോകുന്നില്ല, വചനത്തിൽ കൂടെ തന്നെ പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു കംപ്ലൈന്റ് പറയാൻ പറ്റുന്നില്ല. അപ്പൊ നീതിക്ക് നമ്മൾ ജീവിക്കണമെങ്കിൽ പാപത്തിൽ നമ്മൾ മരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം പഠിക്കുമ്പോൾ വളരെ വായിക്കണം. പിന്നെ നിങ്ങൾ തുറന്ന പ്രശ്നമാണ്. നിങ്ങൾ ചെയ്യുന്നത് 8-ാം അധ്യായം മൊത്തം വായിക്കട്ടെ, എന്നെ മുഖത്ത് നോക്കത്തുള്ളൂ. നിങ്ങളുടെ കുഴപ്പമാണ്. അതുകൊണ്ട് ആരും തുറക്കേണ്ട, വായിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മാത്രം മതി. 8-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു പാപവും ദൈവവും മനുഷ്യനും ദൈവത്തോടുള്ള ബന്ധത്വം എങ്ങനെ വിച്ഛേദിക്കപ്പെടുന്നു വളരെ വ്യക്തമായി. ബൈബിളിലെ ഏറ്റവും വലിയ തിയോളജിക്കൽ വേദശാസ്ത്രപരമായ ഏറ്റവും അർത്ഥവത്തായ ഒരു അധ്യായമാണ് റോമാലേഖനം 8-ാം അധ്യായം. അപ്പൊ ദൈവം മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന് വിച്ഛേദം വന്നത് പാപനിമിത്തം. എന്നാൽ ഇന്ന് പകൽക്കാലം കാൽവരി ക്രൂശിൽ ഒരുവൻ മരിച്ചു. ഇന്ന് 2000 വർഷത്തിന് മുമ്പാകെ പ്രകാരം പാടി 10,000 പരമസുന്ദരനാണ് മണവാളൻ. എന്നാൽ മണവാളനെ ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നോക്കിയേ കണ്ട ആരാധന രൂപമായി മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, മനുഷ്യരാൽ പരിഹസിക്കപ്പെട്ടു, വേദന പാത്രമായി തീർന്നു. എന്തിന്? യേശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു അറുക്കുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെ റോമൻ കത്രിക്ക് മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ഒരാളിനെ പോലെ അവന് രൂപമായി അവൻ മനുഷ്യനാ നിന്ദിക്കപ്പെട്ടു, ധരിക്കപ്പെട്ടു, വ്യസനപാത്രമായി തീർന്നു. എന്നിട്ടും അവൻ തന്റെ രക്തത്തെ അവന്റെ മുഖത്തെ മൗനമാക്കി എന്നെ നീതിക്ക് ജീവിപ്പിക്കേണ്ടതിന്. ഇന്ന്
യശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായം ശ്രദ്ധിച്ച് അവനെ നോക്കിക്കൊണ്ട് യശയ്യാ പ്രവാചകൻ ഇപ്രകാരം പാടുന്നു, അവന്റെ രൂപം വിരൂപമാക്കപ്പെട്ടു. സംഗീതത്തിന് പ്രധാനം കാണാൻ കഴിയുന്നു. അവൻ മുതുകാർ അവൻ ഉഴവുചാലുകളെ പോലെ അവന്റെ മുതുക നീളത്തിൽ കീറി, ഉഴവുചാലുകളെ അവർ നീളത്തിൽ കീറിയപ്പോഴും അവന്റെ പുറംചോറുകൾ കീറപ്പെട്ടപ്പോഴും അവന് മൗനമായിരുന്നത്, അവൻ മിണ്ടാറായിരുന്നത് എന്തിനു വേണ്ടി? എന്നെ ജീവിപ്പിക്കേണ്ടതിനാണ്, എന്നെ വിശുദ്ധനാക്കേണ്ടതിനാണ്, എന്നെ മക്കളും അവകാശികളുമാക്കി തീർക്കേണ്ടതിനാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം എന്റെ പ്രത്യാശ എന്താണെന്ന് അറിയാമോ? ഞാൻ നീതിക്ക് ജീവിക്കുന്നു. ഞാൻ നീതിക്ക് ജീവിക്കേണ്ടതിന് നിയമം ഒരു പ്രോബ്ലമായിരുന്നു, പ്രശ്നമായിരുന്നു. എന്തുകൊണ്ട്? പഴയ നിയമകാലത്ത് അവിടെ 3 തരത്തിലുള്ള അടിമകളുണ്ട്. ഒന്ന് സ്ലേവ്സ്, ഡോലോസ് എന്ന പദമാണ് ഗ്രീക്ക് ഉപയോഗിച്ചത്. 3 തരം. ഡോലോസ് എന്ന പദത്തിന്റെ അർത്ഥം ബൗണ്ട് സ്ലേവ്, അടിമകൾ, നിത്യമായ അടിമത്തത്തിലേക്ക് ആർന്നുപോയവർ. 3 തരം അടിമകളുണ്ട്. ഒന്ന് സെർവന്റ് എന്ന് വെച്ചാൽ അവൻ ജോലി ചെയ്തുമായിട്ട് ശമ്പളം കിട്ടിയാൽ വീട്ടിൽ പോകാം. 3ാമത് സ്ലേവ്, അവനെ ഒരു മാസ്റ്റർ, ഒരു യജമാൻ അവനെ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു. അവൻ 6 വർഷത്തോളം അവന് അടിമയാണ്. 3 ബൗണ്ട് സ്ലേവ്, നിത്യമായി ആ യജമാന്റെ അടിമയാണ്. എന്നാൽ ഇപ്രകാരം ഒരു കഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു. ഇങ്ങനെ കാണുന്നു, ഒരു വലിയ കോടീശ്വരനായ വ്യക്തി, തന്റെ ജീവിതത്തിൽ പണമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്. അവിടെ ഒരു കുടുംബം മുഴുവൻ അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഒരു ചന്തയിൽ വിൽക്കാനായിരിക്കുന്നു. ഇപ്പൊ നമ്മൾ പശുക്കളെ അറക്കുവാൻ, പശുക്കളെ വിൽക്കുവാൻ വേണ്ടി ചന്തയിൽ പോകുന്നത് പോലെ മക്കളും അപ്പനും അമ്മയും ഒരുപോലെ ചങ്ങലയിട്ട് വഴിയിൽ വിൽക്കുന്നു. പലരും വന്ന് അതിന് വില പേശുന്നു. പലരും അത് ലേലത്തിൽ വെച്ചിരിക്കുകയാണ്, പലരും വന്ന് വില പേശുന്നു. എന്നാൽ ഈ ധനികനായ മനുഷ്യൻ അവിടേക്ക് വന്നിട്ട് ചോദിച്ചു, ഇത്രയും പേർ കൂടെ ഞാൻ എത്ര രൂപ തരണം? 4-5 പേരുണ്ട്. 5 പേർ കൂടെ ഞാൻ എത്ര രൂപ തരണം? കച്ചവടക്കാരൻ ഇപ്രകാരം പറഞ്ഞു, 150 വെള്ളിക്കാശ് തരണം. എന്നാൽ ആ യജമാനൻ തന്റെ പോക്കറ്റിൽ നിന്ന് 150 വെള്ളിക്കാശ് അവരുടെ കൈ കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോഴാ അടിമകൾ ഇപ്പോഴാരായി? ആർക്ക് ദാസനായി? ആ കാശ് കൊടുത്ത യജമാന്റെ ദാസനായി. ആ യജമാനൻ അവരെ മുഴുവൻ ഒന്നിച്ചു വിളിച്ചിട്ട് ചന്തയ്ക്ക് പുറത്തു കൊണ്ടുവന്നു. ആ കച്ചവടശാലയ്ക്ക് പുറത്തു കൊണ്ടുപോയി നിർത്തിയിട്ട് ആ യജമാനൻ അവർ മുഖത്തേക്ക് നോക്കി. വളരെ വേദന കൊണ്ട് ഓരോരുത്തരായി വേദനിക്കപ്പെടുമെന്നുള്ള അപ്പനെ ഒരാൾ കൊണ്ടുപോകും, അമ്മയെ വേറൊരാൾ കൊണ്ടുപോകും, മക്കളെ ഓരോരുത്തരും കൊണ്ടുപോകും എന്ന് വെച്ചാൽ അവർ തമ്മിൽ ഒരു ബന്ധവുമില്ലാതെ മാറ്റപ്പെടേണ്ട അവസ്ഥ. അപ്പോഴാണ് ആ യജമാനൻ വന്നിട്ട് അവരെ കൊണ്ടുവന്ന് പുറത്തു കൊണ്ടുപോയത്. പുറത്തവരെ നിർത്തിയ ശേഷം ആ യജമാനൻ അവരുടെ മുഖത്തേക്ക് നോക്കി. അവൾ വളരെ സന്തോഷത്തോടിരിക്കുന്നു. എന്താണ് അവരുടെ സന്തോഷം? അവരുടെ കുടുംബം ഒന്നായി. അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വേദന എന്തായിരുന്നു? അവർ അന്യപ്പെട്ടു പോകുന്നത്. എന്നാൽ അവരെ ഒന്നിച്ചു കൊണ്ടുവന്നു. എന്നാൽ യജമാൻ അവർ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്നു മുതൽ നീ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളത്. ഇന്നു മുതൽ നീ അടിമയല്ല. നിനക്ക് ഇഷ്ടമുള്ളിടത്തോട് നീ പൊക്കോ, നിനക്ക് ഇഷ്ടമുള്ള ജോലി നീ ചെയ്തോ, നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നീ പൊക്കോ. എന്നാൽ ആ യജമാനൻ, ആ ദാസൻ ആ യജമാന്റെ അരികിലേക്ക് ഓടിപ്പോ നമ്മുടെ കാൽക്കൽ വീണിട്ട് ഇപ്രകാരം പറഞ്ഞു, യജമാനേ, ഞാൻ ഇന്ന് മുതൽ നിന്റെ ദാസനാണ്, വേറെ എങ്ങും പോകുന്നു. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്നതിന്റെ ഉദ്ദേശം, ആ യജമാനൻ നമ്മളെ മുഴുവനായി വിലക്ക് വാങ്ങി. എന്തുകൊണ്ട്? അവന്റെ രക്തം നൽകി. അവരെ രക്തം നൽകി അവൻ നമ്മളെ വിലക്ക് വാങ്ങിയിട്ട് അവൻ നമ്മെ പുറത്തു കൊണ്ടുവന്നത് ഇപ്രകാരം പറഞ്ഞു, ഇനി മുതൽ നീ ആരുടെയും അടിമയല്ല, നീ രോഗത്തിന് അടിമയല്ല, നീ പാപത്തിന് അടിമയല്ല, നീ ബന്ധത്തിന് അടിമയല്ല. ഇന്ന് മുതൽ ഞാൻ നിന്നെ വിലക്ക് വാങ്ങിയ ദിവസം നീ പൂർണ്ണ സ്വതന്ത്രനാണ്. യേശുവിന്റെ നാമത്തിൽ പക്ഷേ നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ട യജമാനെ നോക്കിയിട്ട് നമ്മളൊരു ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാ. നമ്മുടെ കുഴപ്പം, ആ യജമാനോട് നമ്മളൊരു ബൈ പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. എന്നാൽ അടിമത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, വിടുവിക്കപ്പെട്ട ആ കുടുംബത്തെ നോക്കി, ആ കുടുംബം ഒന്നടങ്ങുന്ന യജമാന്റെ അടുക്കൽ വന്നു പറഞ്ഞു, യജമാനെ, ഇന്നു മുതൽ ഞങ്ങൾ നിന്നെ സേവിക്കാൻ പോകുകയാണ്. എന്തൊക്കെ വന്നാലും ആരൊക്കെ എതിർത്താലും ഞങ്ങൾക്ക് ഇനി ഭയപ്പെടാൻ ഒന്നുമില്ല. കാരണം നീ എന്നെ വീണ്ടെടുക്കുന്നു, നീ എന്നെ വിലക്ക് വാങ്ങി, നീ എന്നെ മക്കളും അവകാശികളുമാക്കി.
യജമാനൻ അവരെ വിളിച്ചു, പുറത്തിറക്കി അവരെ വീട്ടിൽ കൊണ്ടുവന്നു. യജമാനൻ ഒറ്റയാ, കുടുംബമില്ല, ഭാര്യയില്ല, മക്കളിൽ ആരുമില്ല. ആ യജമാനൻ തന്റെ വസ്തുവിന്റെ മുഴുവൻ മുദ്രപത്രം എടുത്തിട്ട് ഇപ്രകാരം എഴുതി, ഇന്നു മുതൽ എന്റെ അവകാശമുള്ളതെല്ലാം, എനിക്ക് അർഹതപ്പെട്ടതെല്ലാം ഇവർ കൂടെ അനുഭവിക്കുവാൻ എനിക്ക് അവകാശം കൊടുക്കുന്നു. ഇന്നലെ വരെ നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായിരുന്നു, എല്ലാവരും വെറുക്കപ്പെട്ടവരായിരുന്നു, എല്ലാവരും തള്ളപ്പെട്ടവരായിരുന്നു. ഒരു മനുഷ്യന് മുഖത്തോട് നോക്കുവാൻ കഴിയാതെ മുഖം കുടിച്ച് നടന്നവരെ നിന്നുകൊണ്ട് വേദന കൊണ്ട് രോഗം കൊണ്ട് കഷ്ടതകൊണ്ട്. എന്നാൽ ആ യജമാനായ ക്രിസ്തു എന്നെ വിലക്ക് വാങ്ങി എനിക്ക് എന്റെ മക്കളും അവകാശികളുമാക്കി തീർത്തു. ഇപ്പോൾ ഞാൻ അടിമയല്ല, ഞാൻ ആരാണ്? ഞാൻ ആരാണ്? മകനാണ്, ഞാൻ മകളാണ്. തന്നോടത്തോട് പറയാൻ കാരണം എന്താ? എന്നെ പൂർണ്ണമായി വിലയ്ക്ക് വാങ്ങി, എനിക്ക് അവകാശവും അർഹതയും അനുവാദവും തന്നിട്ട് എന്നെ ഇതാ ഒരു സിംഹാസനത്തിലേക്ക് ഇരിക്കുന്നു. വചനം പറയുന്നു, മക്കളെങ്കിലും അവകാശികളുമാ. മക്കളാണെങ്കിൽ അവനാരാ? അവകാശിയാ. അങ്ങനെയെങ്കിൽ നമ്മുടെ അവകാശമാണ് ക്രിസ്തുവിനുള്ള അർഹത. ക്രിസ്തുവിനുള്ള അനുഗ്രഹം മുഴുവൻ ആർക്കുള്ള അവകാശമാണ്? പ്രിയതേക്കുള്ള പപ്പായ്ക്ക് വസ്തുക്കളുണ്ട്. താൻ തന്റെ ആയുസ് മുഴുവൻ അത് ഉപയോഗിക്കുന്നു, അത് പ്രയോജനപ്പെടുത്തുന്നു. എന്നാൽ തന്റെ ശേഷം താൻ ആർക്കെഴുതും? മക്കൾക്ക് എഴുതും, അല്ലെങ്കിൽ ഈ മൂടിക്കിടക്കുന്ന ആർക്കെങ്കിലും എഴുതി കൊടുക്കും. എന്തുകൊണ്ട്? ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നത്, അതുകൊണ്ട് ഒന്നുകൂടെ താഴോട്ട് ചെയ്യാൻ പറ്റുന്നത്. എന്തുകൊണ്ട് എഴുതി? മകനായതുകൊണ്ട് എഴുതി കൊടുക്കും. കാരണം താൻ മകനാ. അപ്പൻ അനുഭവിച്ചത് മുഴുവൻ അനുഭവിക്കുവാൻ ആർക്ക് അനുവാദമുണ്ട്? മകൻ അനുവാദമുണ്ട്. എന്നാൽ അടിമകളും പാപത്തിന് അർഹത പാപത്താൽ ദൈവത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട എന്നെയും നിന്നെയും അവൻ വിലയ്ക്ക് വാങ്ങി. അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, നുഹ്യേ, ഇന്നു മുതൽ നീ ഈ സിംഹാസനത്തിൽ ഇരുന്നു. ഞാൻ എനിക്കുള്ളതിനെല്ലാം ഞാൻ നിനക്കിത് അധികാരിയാക്കുന്നു, നിന്നെ അവകാശിയാക്കുന്നു. ഇന്നു മുതൽ നീ ഒന്നുമില്ലാത്തവനല്ല, എല്ലാവരും തള്ളപ്പെട്ടവനല്ല, നീ അവകാശിയാ. വിളിച്ചു പറയും, നീ മക്കളാണെങ്കിൽ മക്കളെങ്കിലോ അവകാശികളുമാ. വിഷയത്തിൽ പോകരുത്. നമ്മുടെ രണ്ടാം ചിന്ത എന്താണ്? നമ്മൾ പാപത്തിൽ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞു. അടുത്ത ചിന്തയിലേക്ക് അല്ലെ ഇപ്പോഴും നിങ്ങൾ പാപത്തിൽ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞു സമയമില്ല, എനിക്ക് വളരെ വേഗം 4-5 കാര്യം പറയാം. ഇപ്പോഴും പാപത്തെ കിടന്നാൽ വളരെ ബുദ്ധിമുട്ടാണ്. പാപത്തിൽ കഴിഞ്ഞു നമ്മള്. അടുത്ത നമ്മൾ എന്താണ്? നീതിക്കായി ജീവിക്കേണ്ടതിന്. അപ്പൊ നമ്മൾ എങ്ങനെ നീതിക്ക് ജീവിപ്പിച്ചു? നിങ്ങൾക്ക് മനസ്സിലാകാൻ വിശ്വസിക്കും. അവൻ നമ്മെ വില കൊടുത്തിട്ട് വാങ്ങിയിട്ട് അവൻ നമ്മെ പുറത്തു കൊണ്ടുവന്ന് പറഞ്ഞു, ഇന്ന് മുതൽ നീ പൂർണ്ണ സ്വതന്ത്രമാണ്. ഇനി നിന്നെ ബന്ധിക്കാൻ ആർക്കും കഴിയത്തില്ല. ഒരു കച്ചവടക്കാരനും ഇനി നിന്നെ കെട്ടാൻ കഴിയത്തില്ല. പക്ഷെ നമ്മുടെ വിഷയം, നമ്മൾ പേടിക്കുന്ന ആരെയാണെന്നറിയാമോ? ഈ കച്ചവടക്കാരനെ. നമ്മുടെ പേടി ദൈവത്തെ അല്ല, നമ്മുടെ പേടി ആരെയാ? പിശാചിനെ നമ്മുടെ പേടി. പിശാചിനെ ആരുടെ പേടി? എല്ലാവരും ദൈവത്തെ മാത്രം പേടി. വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. എന്നെ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഇപ്പോഴൊരാൾക്ക് ഭൂതമായി, നിങ്ങളുടെ സ്തോത്രവും മല്ലേരിയുടെയും ആക്കം കൂടുതൽ, അതിന്റെ ടെമ്പറേച്ചർ അങ്ങ് പൊങ്ങുകയാ ഉയരത്തിൽ. ദൈവത്തെ പേടിച്ചിട്ടല്ല, ഇങ്ങോട്ടൊന്ന് വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ് നമ്മുടെ സ്തോത്രത്തിൽ. മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പേടി ഇപ്പോഴും ആരെയാ? കച്ചവടക്കാരെയാ നമ്മുടെ പേടി. എത്ര ശോചനീയമായ അവസ്ഥ. ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങി അവകാശിയാക്കി. ഇപ്പോഴും നമ്മുടെ പേടി, അയ്യോ പനി വരുന്നു, ഞാൻ ഇല്ലാതാകുമെന്ന, അയ്യോ കടഭാരം വരുന്നു, ഞാൻ ഇല്ലാതാകുമെന്ന. കുഞ്ഞെ, നീ എന്തിനാ അതിനെ പേടിക്കുന്നത്? ലളിതമായി ദൈവം ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഞാൻ മകനാണെങ്കിൽ, അവൻ രക്തത്താൽ എന്നെ വിലയ്ക്ക് വാങ്ങപ്പെട്ടെങ്കിൽ ഞാൻ അവകാശിയാണ്. എന്നെ തൊടുവാൻ ആർക്കും കഴിയത്തില്ല. എന്നെ അവൻ വചനം വിളിച്ചു പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മേൽ കൂട്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഭയമുള്ളവനാണെങ്കിൽ, നീ ദൈവഭക്തനാണെങ്കിൽ, നിന്റെ അവകാശത്തെ തൊടുവാൻ, നിന്റെ നന്മകളെ തൊടുവാൻ, നിന്റെ മക്കളെ തൊടുവാൻ, നിന്റെ അനുവാദങ്ങൾ ഒന്നിനെ തൊടുവാൻ ശത്രുവിന് കഴിയത്തില്ല. Oh, Jesus name.
അപ്പൊ ഞാൻ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നു, നീതിക്ക് അവകാശിയായി ജീവിക്കുന്നു. അപ്പൊ ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ ഓരോ പദമായിട്ട് ഞാൻ പ്രസംഗിക്കുന്നു. ഞാൻ ഇങ്ങനെ പ്രസംഗിക്കാറ്. വല്ല സാഹചര്യം അല്ലാതുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഒന്നുകൂടെ ടെമ്പർ കൂട്ടി പ്രസംഗിക്കുന്നുള്ളൂ. ഞാൻ നിങ്ങൾ ആരാധിക്കാനുള്ള ഒരു പശ്ചാത്തലത്തിൽ പ്രസംഗിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ രണ്ട് കാര്യം ചിന്തിച്ചു. നിങ്ങൾക്ക് എല്ലാവരും കൊച്ചു കുഞ്ഞോട് പറഞ്ഞാൽ മനസ്സിലാവും. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. രണ്ട് കാര്യം നമ്മൾ പറഞ്ഞു. ഒന്ന് നമ്മൾ പാപത്തിൽ മരിച്ചു, രണ്ടാമത് നീതിക്ക് ജീവിക്കുന്നു. രണ്ട് കാര്യം വളരെ ലളിതമായിട്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അടുത്ത ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അടുത്ത വാക്യം, മൂന്നാമത്തെ ചിന്ത. ഒന്ന് മരണത്തിൽ, രണ്ട് നീതിമാനാക്കി, മൂന്ന് അവൻ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്, എന്റെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. ഞാൻ ഈ ചിന്ത കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വരുന്ന കുറച്ചു ദിവസം മുമ്പ് ഞാൻ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നതാണ്. കത്തുമേശ ഉള്ളത് നല്ലതാണ്. അത് അതാ ഭാഗം തൊടാൻ. അവൻ നമ്മെ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതും, ഒരു മരുന്ന് മരുന്നിന്റെ ലിസ്റ്റ് എഴുതും. നീ പോയി മെഡിക്കൽ സ്റ്റോറിൽ പോയി ഇതൊക്കെ മേടിച്ചോ. മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനുള്ള പൈസ കൊടുക്കണം. ഡോക്ടറെ കാണുന്നതിന് 150 രൂപ ഫീസ്, മരുന്ന് മേടിക്കുന്നത് വേറെ 550 രൂപ ഫീസ്, എന്ന് വെച്ചാൽ 650 രൂപ, 700 രൂപ. എന്തിന്? ഒരു ചെറിയ പണിക്ക്. എന്നാൽ യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നു. യേശു നമ്മുടെ വേദനകളെ ചുമന്നു. യേശു നമ്മുടെ രോഗത്തെ ചുമന്നു. യേശു നമ്മുടെ കടഭാരത്തെ ചുമന്നു. യേശു നമ്മുടെ തിന്മകളെ ചുമന്നു. യേശു നമ്മുടെ വേദനകളെ ചുമന്നു. ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേൽ കയറി. ഇന്ന് പകൽ നമ്മൾ പിന്നെ വേദനിക്കേണ്ട കാര്യമില്ല. എനിക്ക് നഷ്ടമാണല്ലോ എന്ന് പറഞ്ഞു. കാരണം എന്റെ പാപത്തെ, എന്റെ രോഗത്തെ, ഞാൻ അനുഭവിക്കുന്ന സകലത്തെയും ചുമന്നവൻ എന്റെ കൂടെയുണ്ട്. സംഖ്യത്തിന് 91 അധ്യായം വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്ത് വശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് എത്ര വലുതുമായിക്കോട്ടെ, 10,000 ലക്ഷമോ ആയിക്കോട്ടെ, അത് നിന്നോട് അടുക്കത്തില്ല. നീ നീതിക്ക് ജീവിക്കുന്നവനാണെങ്കിൽ, നീ ദൈവഭക്തനാണെങ്കിൽ, നീ ദൈവഭക്തനാണെങ്കിൽ നിന്റെ അവകാശത്തിനെ ദുഷ്ടന്റെ ജന്മം ഇരിക്കത്തില്ല. നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ഇവിടെ കയറി. ആ ഭാഗം അടുത്ത സെക്ഷനിൽ ദൈവദാസൻ സൂക്ഷിക്കും. അതുകൊണ്ട് ആ ഭാഗം ഞാൻ വിടുന്നു. അടുത്തൊരു സൂക്ഷിക്കാനുള്ള സമയവും സാഹചര്യം ഞാൻ ആ ഭാഗത്ത് വിടുന്നു. അടുത്താണ് നമ്മുടെ അവസാന വിഷയം. അവന്റെ അടിപ്പിണരുകളാ. അവന്റെ അടിപ്പിണരുകളാ. അതിനകത്ത് നിങ്ങൾക്കെന്നുള്ള പദത്തിനകത്ത് എന്റെ, ഞാൻ എന്നുള്ള പദം ചേർത്ത് വായിച്ചു നോക്കി. അവന്റെ അടിപ്പിണരുകളാ എനിക്ക്. ഞാനുമായി വായിക്കോട്ടെ, ഞാൻ എവിടെയും വായിക്കോട്ടെ, ഞാൻ ഏത് പ്രശ്നത്തിലുമായിക്കോട്ടെ, എന്റെ യേശുവിന്റെ അടിപ്പിണർ, എന്റെ യേശുവിന്റെ സൗഖ്യത്തിലെ കരം ഇന്ന് പകൽക്കാലം എന്റെ നേരെ നീട്ടിയിട്ടുണ്ട്. ഇന്ന് പകൽ എന്റെ നേരെ നീട്ടിയിട്ടുണ്ട്. ആരൊക്കെ അവകാശത്തോടെ, അനുവാദത്തോടെ, വേദനയോടെ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്, അവരെയൊക്കെ തൊടുവാൻ, അവരെയൊക്കെ സൗഖ്യമാക്കുവാൻ, അവരെയൊക്കെ രോഗത്തിന് മറുപടി തരുവാൻ ആ യേശു വന്നിട്ടുണ്ട്. അതാണ് വെളിപ്പാട് 3:20 പ്രകാരം വിളിച്ചു പറയാം, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട്, ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഗുരുനാഥന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവൻ ഈ അടിപ്പിണർ നിനക്ക് ഇതാ തുറന്നിരിക്കുന്നു. അവന്റെ കരങ്ങൾ ഇതാ നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. ആരൊക്കെ വേദനയോടെ, കഷ്ടതയോടെ, ആവശ്യബലത്തോടെ വന്നിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 18:17 പ്രകാരം കാണുവാൻ കഴിയുന്നു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നുകൊണ്ട്. റോമാലേഖനം 6:11 പ്രകാരം കാണുവാൻ കഴിയുന്നു, നമ്മുടെ പാപം സംബന്ധിച്ച് മരിച്ചവരെ ദൈവത്തിൽ ജീവിപ്പിക്കേണ്ടതിന്. റോമാലേഖനം 6:11 വായിക്കാം. റോമൻ 6:11.
Praise the Lord. ആകയാൽ നിങ്ങൾ പാപം സംബന്ധിച്ച്, അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത എന്ന് പകർക്കാനും വരണം. ഞാനെന്നുള്ള മനോഭാവം എന്താ വേണം? മരിക്കണം, അല്ലെ കുഴിച്ചിടണം. പൗലോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, പത്രോസ് ഇപ്രകാരം വിളിച്ചു പറയുന്നു, ഇനി എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാനുണ്ടെങ്കിൽ ഇതാ അതിനെ എന്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഇന്ന് പകർക്കാലം ഒരു ചിന്ത വരണം. എന്താ? ഞാൻ പാപം സംബന്ധിച്ച് മരിച്ചു. അടുത്തത് ക്രിസ്തുയേശുവിൽ. അപ്പൊ നമ്മുടെ ജീവൻ ഇന്നു മുതൽ എന്തിലാകണം? ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ ജീവിക്കുന്നവരാകണം. അപ്പൊ നമ്മുടെ ജീവൻ ഇന്നു മുതൽ ആരിലാകണം? നമ്മുടെ കുടുംബത്തിലാകരുത്, നമ്മുടെ മക്കളിലാകരുത്. നമ്മുടെ പ്രതീക്ഷ മക്കളെ +2 കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് നമുക്ക് ജോലി കിട്ടി, ഇപ്പൊ നമ്മൾ കാലം വീഴ്ചിരിക്കുക, നമ്മൾ കാലം വീഴ്ച വളരെ വിശാലമായിരിക്കുക. എന്താ നമ്മുടെ പ്രതീക്ഷ? മകന് ഒരു 23,000 30,000 രൂപ ശമ്പളം കിട്ടും, അതുകൊണ്ട് ഞാൻ സുരക്ഷിതമായി. വളരെ ബുദ്ധി. ചെറിയൊരു പനി വന്നാൽ, അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഇപ്പോഴത്തെ രീതിയിൽ ഡയാലിസിസ് ചെയ്യാൻ തുടങ്ങിയാൽ ആഴ്ച 2 പ്രാവശ്യം ഡയാലിസിസ് വന്ന 30,000 രൂപ ഒരു ദിവസം പോലും മനുഷ്യനെ ചിന്തിക്കുന്നുണ്ടോ? ചിന്തിച്ച എന്നേ ഗുണപ്പെട്ടു പോയത്. അപ്പൊ നമ്മുടെ നിക്ഷേപങ്ങളും നമ്മുടെ സ്വത്തും നാം പ്രതീക്ഷ വെച്ചിരിക്കുന്ന എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകും. എന്നാൽ ഇന്ന് മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു ചിന്ത വരണം. ഞാൻ മരിച്ചത് ക്രിസ്തുവിനെ നേടാനാണ്. എന്റെ ജീവിതത്തിലൂടെ എന്റെ വ്യക്തിത്വത്തെ ഞാൻ മരിപ്പിച്ചത് ക്രിസ്തുവിൽ ജീവിക്കാനാണ്. എന്റെ പ്രതീക്ഷകളെ ഞാൻ മരിപ്പിച്ചത് ക്രിസ്തുവിൽ ജീവിക്കുവാനാണ്. അതുകൊണ്ട് ഇന്നു മുതൽ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ ആരിൽ ജീവിക്കുന്നു? ക്രിസ്തുവിൽ. അപ്പൊ എന്റെ ജീവൻ ഇന്നു മുതൽ ആരില്ല? എന്റെ പ്രതീക്ഷ ഇന്നു മുതൽ ആരില്ല? വാങ്ങിക്കിടക്കുന്ന ബാലൻസിലാകരുത്. ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ്, ആദ്യം സാമ്പത്തിക മാന്ദ്യം വന്നു, ഇപ്പോൾ ഭക്ഷ്യമാന്ദ്യം വന്നുകൊണ്ടിരിക്കുക, ഭക്ഷ്യക്ഷാമം. കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് ഇപ്രകാരം കണ്ടു, 50 വർഷത്തിന് ശേഷമാണ് അമേരിക്കയിൽ ഇത്രയും വലിയ ഭക്ഷ്യക്ഷാമം വരുന്നത്. ഇന്ത്യയിൽ നിന്ന് കടത്തിവിടുന്ന ഗോമൊക്കെ ഇങ്ങനെ അയക്കാനുള്ളതിന്റെ കുറവ് കുറച്ചുകൊണ്ടിരിക്കുക. കാരണം ഇന്ത്യയിൽ ജീവിക്കുന്നവർക്ക് പോലും കഴിക്കാൻ ആഹാരമില്ലാതെ വരുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയാണ്. പിന്നെ പണം പേപ്പർ പോലെ എറിയാനല്ലാതെ എന്തിനാ ഗുണം? ദൈവപൈതലേ, ക്രിസ്തുവിനെ നേടിയില്ലെങ്കിൽ നിന്റെ സമ്പത്ത് കൊണ്ട് നീ നരകത്തിൽ പോകും. നീ ക്രിസ്തുവിനെ നേടിയാൽ നിന്റെ സമ്പത്ത് നിനക്ക് നഷ്ടമായാലും നീ സ്വർഗത്തിൽ പോകും. അതാണ് പാട്ടുകാർ ഇപ്രകാരം പാടുന്നത്, നിത്യ തേജസ്സിന്റെ ധനം ഓർക്കുമ്പോ ഈ ലോകത്തിലെ കഷ്ടം അല്പനേരത്തേക്കുള്ള ലഘു സങ്കടം നിത്യ തേജസ്സിന്റെ ധനമായി എണ്ണുന്നു. അതാണ് പാട്ടുകാർ ഇപ്രകാരം പാടി, നിത്യ തേജസ്സിൻ ധനമോ തീരുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള സാരമില്ല, കണ്ണുനീർ സാരമില്ല. ആ നിത്യദേശത്തിന്റെ ധനം നമ്മൾ നോക്കണം, അതിന്റെ കരമം നമ്മൾ നോക്കണം. അപ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളും ഞൊടി നേരത്തേക്കുള്ള വേദനകളും നാം അനുഭവിക്കുന്ന കണ്ണുനീരുകളും നമ്മൾ സാരമില്ല. ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പൊ ഞാൻ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിട്ട്, SBI ബാങ്കിൽ ഇട്ടു, സ്റ്റേറ്റ് ബാങ്കിൽ ഇട്ടു, ഇട്ടിട്ട് എനിക്കൊരു ഉറപ്പുണ്ട് എല്ലാ മാസവും അതിന്റെ പലിശ എന്റെ വീട്ടിൽ വരും, അല്ലെങ്കിൽ ഞാൻ പണിക്ക് പോയി എടുക്കാം. ഏകദേശം ഒരു 9,500 10,000 രൂപ വരെ മാസം എന്ത് കിട്ടും? ആ പലിശ ഞാൻ ബാങ്കിൽ കിടക്കുന്നിടത്തോളം കാലം എന്റെ പ്രതീക്ഷ ആ 10,000 കിട്ടുകയും ചെയ്യും, എന്റെ 10 അവിടെ ഉറപ്പുമാണ്. അതല്ലേ നമ്മുടെ പ്രതീക്ഷ? അങ്ങനല്ലേ? ഉറപ്പില്ലെങ്കിൽ ആരെങ്കിലും വാങ്ങിക്കൊണ്ട് പൈസ തരുമോ? എന്നാൽ വീട്ടിൽ പൊതിഞ്ഞു വെച്ചാൽ പോലെ, അതിനേക്കാളും പ്രയോജനം പോകുമെന്ന് വിചാരിച്ചാൽ. എന്നാൽ നമുക്ക് ആ 10 ലക്ഷം രൂപയ്ക്കുള്ള വിശ്വാസം പോലും ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ബാങ്കിലിട്ട 10 ലക്ഷത്തിന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്, എല്ലാ മാസവും 10,000 കിട്ടുമെന്ന്. എന്നാൽ ക്രിസ്തു നമുക്ക് വേണ്ടി ചൊരിഞ്ഞ രക്തത്തിന് ആ 10 ലക്ഷത്തിന് വില കൊണ്ട് കൊടുക്കുന്നില്ല. മനുഷ്യ, നമുക്ക് മടങ്ങി വരാം. ദൈവമക്കളെ, നമുക്കൊന്ന് മടങ്ങി വരാൻ ആവശ്യമുണ്ട്. നമ്മുടെ സമ്പത്തിൽ നമ്മൾ ഇത്രയും വില കൊടുക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് എത്രത്തോളം നമ്മൾ വില കൊടുക്കുന്നുണ്ട്? വളരെ ഇപ്രകാരം വിളിച്ചു പറയുന്നു, മനുഷ്യ, നീ സർവ്വലോകവും നേടിയിട്ട് നിന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ നിന്റെ പണം കൊണ്ട് എന്താ പ്രയോജനം? നിന്റെ സമ്പത്ത് കൊണ്ട് എന്താ പ്രയോജനം? നിന്റെ ജോലി കൊണ്ട് എന്താ പ്രയോജനം? നിന്റെ പെൻഷൻ കൊണ്ട് എന്താ പ്രയോജനം? ഇതൊന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്നത് ക്രിസ്തു എന്ന ഏക രക്ഷകൻ.
അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ക്രിസ്തുവിലേക്ക് നമുക്ക് നോക്കാം, ക്രിസ്തുവിലേക്ക് നമ്മുടെ പ്രതീക്ഷ നടത്തിക്കാം. ഇപ്രകാരം പരിശുദ്ധാത്മ പ്രിയ ലാസ്റ്റിരിക്കുന്ന നമ്മളോട് ഇപ്രകാരം ആളുകളെ വിളിച്ച് പറയുന്നു, ഇപ്രകാരം വെളിപ്പാടിനെ കാണിക്കുന്നു. ഒരു വൃക്ഷം വളർന്നു, എന്നാൽ അതിന്റെ പല വേരുകളും മുറിച്ചു മാറ്റി നിന്റെ പ്രതീക്ഷകൾ ഓരോമായി വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. ജീവിതത്തിൽ ഈ പ്രതീക്ഷയെ വളർത്തുന്ന പലതും ഓപ്പോസിറ്റായി നിനക്ക് പ്രതികൂലമായി വരുന്ന അവസ്ഥകൾ 7 വർഷമായി നിന്റെ വേരുകൾ ഓരോമായി പിഴുതു പോകുന്ന പോലുള്ള അവസ്ഥകൾ എന്ന് പകൽ പരിശുദ്ധാത്മാവ് ദർശിക്കുന്നു. അവസാനം നിന്നെ കാണിക്കത്തെന്ന് പറഞ്ഞുകൊണ്ട് പ്രതീക്ഷയോടെ നട്ട പലതും നിനക്കെതിരായി വെല്ലുവിളിയാൽ നിൽക്കുമ്പോൾ ആത്മാവിന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നട്ടവനും നനച്ചവനും ഏതുമില്ല, വളരെ മാറാക്കിയവനത്തിന്റെ പ്രാധാന്യം പ്രത്യാശ അർപ്പിക്കുക. പ്രതീക്ഷകൾ മുഴുവൻ നിസ്സഹായമായി മാറ്റപ്പെടുമ്പോൾ ഇപ്പോൾ നിൽക്കുന്ന ഒരു മരിച്ച ശവത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കുന്നു, അതുപോലെ നിന്റെ കുടുംബത്തെ നോക്കി നിൽക്കുന്നത്. ഈ മരിച്ചതിനും ജീവിക്കുമോ എന്നുള്ള വേദന നിൽക്കുമ്പോൾ ഇതാ മരിച്ച ലാസറിന്റെ മുമ്പിലേക്ക് യേശു വന്ന് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ശബ്ദത്തിനായി കാതോർത്താൽ നിന്റെ മരിച്ച അവസ്ഥകൾ ജീവിച്ചു വരും. ശബ്ദത്തിനായി നീ പകൽക്കാലം മുട്ടുവിളക്കിയാൽ, നാഥന്റെ ശബ്ദത്തിനായി നീ കാതോർത്താൽ ഇന്ന് പകൽക്കാലം മരിച്ചത്, നാറ്റം വെച്ചത് പുനർജീവൻ പ്രാപിക്കും. ചില പേപ്പറുകൾ നീ എഴുതി കൊടുത്ത് പ്രതീക്ഷയില്ലാതെ നഷ്ടപ്പെട്ടു പോയ ചില അവസ്ഥകളുണ്ട്. ഇനി അത് എഴുതി തള്ളുവാനല്ലേ, ചവിട്ടുകൊട്ടയിൽ ഇടാനല്ലാതെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 മാസമായി നീ അതിന് ഓർത്ത് വേദനപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ പരിശോധന വിളിച്ചു പറയുന്നു, നാറ്റമായ ലാസറിനെ ജീവിപ്പിക്കുവാൻ എന്റെ സ്വർഗത്തിന് കഴിയുമെങ്കിൽ ഇന്ന് നീ വിശ്വസിക്കുക. മരിച്ച് നാറ്റമായ ചില പേപ്പറുകളെ മടക്കിക്കൊണ്ടുവന്ന് മാസ്റ്റർ മേശമേൽ വന്ന് പിന്നെയും അതിന് സിഗ്നേച്ചർ ഇട്ട് അതിന് പിന്നെയും ചില പുതിയ രേഖകൾക്ക് മറുപടിയാക്കി ഞാൻ മടക്കി തരുമെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. മരിച്ചത് മനുഷ്യമായ ദൃഷ്ടിയില്ല, മരിച്ചിട്ടില്ല, അത് ഉറങ്ങുകയാ. അപ്രത്യക്ഷമായ അവസ്ഥകളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, എന്റെ യേശുവിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്റെ അപ്രത്യക്ഷമായ അസാധ്യങ്ങൾ മുഴുവൻ ജീവിക്കും. മരണത്തെയും ഇങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുന്ന ബലഹീനതകളെ നോക്കിക്കൊണ്ട് വിളിച്ചു പറ, ക്രിസ്തു എന്നിൽ കർത്തൃത്വം നടത്തും, ജീവിക്കും. ഇതുപോലെ ക്രിസ്തുവിൽ പ്രത്യാശ അർപ്പിക്കട്ടെ. ക്രിസ്തു നിനക്ക് വേണ്ടി വലിയ ചെയ്യുമെന്ന് നമ്മളിന്ന് പകൽക്കാലം എന്തിൽ ജീവിക്കണം? ക്രിസ്തുവിൽ ജീവിക്കണം. ക്രിസ്തുവിൽ ജീവിക്കുക മാത്രമല്ല, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണം. അതുകൊണ്ട് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 ഇപ്രകാരം വിളിച്ചു പറയുന്നു, സാക്ഷാൽ അവൻ നമ്മുടെ രോഗങ്ങളെ ബാധിച്ചു, അവൻ നമ്മുടെ വേദനകളെ ചുമന്നു, അവന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം, സമാധാനം, സ്വസ്ഥത, വിടുതൽ, അനുഗ്രഹം, നന്മകൾ, അനുഗ്രഹങ്ങൾ വന്നുമിരിക്കുന്നു. നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദൂതന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ഇന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? നീതിമാനാണെങ്കിൽ, ദൈവവേദനാണെങ്കിൽ, നീതിക്ക് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ അവകാശം ശത്രു തുടത്തില്ല, നിന്റെ നന്മകൾ ശത്രു തുടത്തില്ല. നീ സന്തോഷത്തിൽ ജീവിക്കുവാൻ ദൈവമാക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:5 5 വാക്യങ്ങൾ വായിക്കാം. 5-6 വാക്യം. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ യേശുവിന്റെ ആ കാൽവരി ക്രൂശികൾ അടക്കപ്പെട്ട
നമ്മുടെ കുഴപ്പമാണ് 6-ാം വാക്യം പറയുന്നത്. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം എത്ര മകൻ സ്നേഹമാണത്, എത്ര വലിയ സ്നേഹമാണത്. ആ സ്നേഹത്തെ ആദരിക്കുവാൻ കഴിയും. അതാണ് പാട്ടുകാരൻ ഇപ്രകാരം പാടിയത്. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാഭൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം പരലോക പിതാഭൂതൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ ആ മകൻ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുവാൻ അവന്റെ അടിപ്പിണരുകളാൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ, നിന്റെ കുടുംബ ജീവിതത്തിൽ, നിന്റെ ജീവൻ നഷ്ടം വന്ന സ്ഥാനത്ത് ഇന്ന് വഴക്കാലം സ്വർഗം വിളിച്ചു പറയുന്നു. നമ്മുടെ എല്ലാവരുടെ സമാധാനത്തിലുള്ള ശിക്ഷ അവന്റെ മേലായി ഇന്ന് വഴക്കാലം നമുക്ക് ഒരു ഉറപ്പുണ്ട്. എന്റെ ഉത്തരവാദി, എന്റെ ഉദയവൻ ജീവിക്കുന്നു. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരു നഷ്ടങ്ങളെ കണ്ടുകൊണ്ട് ഞാൻ ഭയപ്പെടാത്തത്. ഓ ഇതുപോലെ ആത്മാവ് പ്രിയദാസിയോട് ഇപ്രകാരം ആലോചന വിളിച്ചു പറയുന്നു. ഓ ഓ കഴിഞ്ഞ 5 മാസമായി വളരെ പ്രതീക്ഷയോടെ സ്മൂത്തായിട്ട് ചലിച്ച ചില സ്ഥാനങ്ങൾ, ചില വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ചില വ്യത്യാസങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. പ്രതീക്ഷിക്കാൻ സംഭവിക്കുന്ന ഒരു കാറ്റ് തിരമാല പടകിൽ അടിക്കുന്നത് പോലെ വളരെ സുഖമായി സന്തോഷത്തോടെ യാത്ര ചെയ്ത ചില സ്ഥാനത്ത് ജീവിതത്തിൽ സംഭവിച്ച ചില ചലനങ്ങളെ ഓർത്ത് നീ വേദനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശു ശിഷ്യന്മാർ പടകിൽ പോയപ്പോൾ പടക് ശാന്തമായി. എന്നാൽ കാറ്റടിച്ചപ്പോൾ അവർ വളരെ ചോദിത്താൽ വലഞ്ഞു, വളരെ പ്രതീക്ഷകളറ്റവരായി വലഞ്ഞു. ഇപ്പോൾ നീ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില കാറ്റുകളെ കണ്ട് നീ വളരെ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുകയാണ്. ദൈവമേ, എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്താണ് ഇതിന് മാറ്റമില്ലാത്തത്? എന്തുകൊണ്ട് ഇതിന് വിടുതലെന്ന് നീ ദൈവത്തോട് ചോദിക്കുമ്പോൾ സ്വർഗ്ഗം എന്ന് പകരം വിളിച്ചു പറയുന്നു. യേശുവിന് പകരം ഉണർത്താൻ തയ്യാറാകട്ടെ. നിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ച ചില സ്ഥാനത്ത് ഈ 2012 9 മാസം കഴിയുന്നതിന് മുമ്പാകെ നിന്റെ ജീവിതത്തെ ആത്മാവ് വിളിച്ചു പറയുന്നു. ചില പുതിയ വഴികളുടെ അവസ്ഥകൾ തുറക്കപ്പെടാൻ പോകുന്നുവെന്ന് ആത്മാവ് വിളിച്ചു പറയുന്നു. ആരും പറഞ്ഞോട്ട് നീ നടക്കത്തില്ലെന്ന് യേശു വിളിച്ചു പറയുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നീ കാണും. വിശ്വസിച്ചാൽ അത്ഭുതം നീ കാണും. അസാധ്യം ലോകം നീ എഴുതിക്കോട്ടെ. നിന്റെ അസാധ്യങ്ങളെ മാറ്റുവാൻ കഴിവുള്ള സ്വർഗ്ഗം നിന്റെ കൂടെ ജീവിക്കുന്നു. ആ ദൈവത്തിൽ നീ പ്രതീക്ഷിക്കുക. ഇത് കാലം ആത്മാവ് വിളിച്ചു പറയുന്നു. ഭയപ്പെടേണ്ട, യഹോവയിൽ പ്രത്യാശ വെക്കുക, ഉറച്ചിരിക്കുക. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, യഹോവയിൽ പ്രത്യാശ വെക്കുക. യഹോവയിൽ പ്രത്യാശ വെച്ച് വിശ്വസിക്കണമെങ്കിൽ ഈ 9 മാസം മധ്യഭാഗത്ത് തന്നെ ചില പുതിയ വഴികൾ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നുണ്ട്. മടങ്ങി വരട്ടെ. വായിച്ച കുറിഭാഗത്ത് കടന്നു വന്നേയിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ വേഗം വായിക്കാം. ആ വാക്യം മുഴുവൻ ഒന്നുകൂടെ വായിക്കാം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 25-ാം വാക്യം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും
അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. Praise the Lord. നമ്മൾ തെറ്റിയൊഴിഞ്ഞ ആടുകളെ പോലെയായിരുന്നു. എന്നാൽ നമ്മുടെ ഇടയവനും നമ്മുടെ അധ്യക്ഷനുമായ ക്രിസ്തുവിലേക്ക് പ്രിയ ദൈവത്തോട് ദൈവസഭയിൽ മടങ്ങി വരാൻ തയ്യാറാണ്. പ്രിയ ദൈവമക്കളെ മടങ്ങി വരാൻ തയ്യാറാണോ? വചനത്തിലേക്ക് മടങ്ങി വരാം, ദൈവസഭയിൽ സ്നേഹത്തിലേക്ക് മടങ്ങി വരാം, ക്രിസ്തുവിന്റെ പ്രബോധനത്തിലേക്ക് മടങ്ങി വരാം. നാം എന്തൊക്കെ നേടിയാലും ക്രിസ്തുവിനെ നഷ്ടമാക്കിയാൽ യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ നല്ല ഇടയനായ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട്, ആ നല്ല ഇടയന്റെ പാലകനായ ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ജീവൻ നയിക്കുവാനിടയാകട്ടെ. അവന്റെ അടിപ്പിണരുകളാണ് നിങ്ങൾക്ക് സൗഖ്യം വന്ന് ഇരിക്കുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. ഇന്ന് പകൽക്കാലം ആരൊക്കെ രോഗികളായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ സ്വർഗ്ഗമെന്ന് അറിയുന്നു. ഇന്ന് പല ആരൊക്കെ പ്രശ്നമായി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല, എന്നാൽ സ്വർഗ്ഗം അറിയുന്നു. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ വിഷയം എന്താണ്? ഇന്ന് പകൽ ദൈവസേന വെക്കാം. നിങ്ങളുടെ പ്രശ്നം എന്താണ്? അത് ഇന്ന് പകൽ ദൈവസേന വെക്കാം. ദൈവമേ, ഓ ശരണം, വചനം വായിച്ചു, അവന്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അങ്ങനെ എന്റെ വിഷയത്തിൽ ഇന്ന് പകൽ ഒരു സൗഖ്യം ആവശ്യമാണ്. എന്റെ പ്രതിഷ്ഠങ്ങൾക്ക് ഇന്ന് പകൽ ഒരു സൗഖ്യം ആവശ്യമാണ്. ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് എന്റെ സൗഖ്യം ആവശ്യമാണ്. അതെന്തുമായിക്കോട്ടെ, സ്വർഗ്ഗത്തിന് മുന്നിൽ വന്നിട്ടുണ്ട്. അവൻ നിന്നെ തൊടുവാൻ ആഗ്രഹിക്കുന്നു, അവൻ ജീവിതത്തെ സ്പർശിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വാസത്തെ കരങ്ങൾ നീട്ടു, സ്വർഗത്തിലേക്ക് കരങ്ങൾ നീട്ടട്ടെ. സ്വർഗത്തിന് സൗഖ്യമാക്കാൻ വന്നിരിക്കുന്നു. നിന്റെ വിഷയത്തിനുമേ, നിന്റെ പ്രശ്നത്തിനുമേ, നിന്റെ രോഗത്തിനുമേ, നിന്റെ ദുഃഖത്തിനുമേ, നിന്റെ പ്രതിസന്ധികളുമേ എന്തുമായിക്കോട്ടെ, സർവരോഗത്തിനുമേലും സൗഖ്യത്തിന് അനുവാദമുള്ള ആ ക്രിസ്തുവിലേക്ക് കൈകളെ ഉയർത്താം. ഇന്നലെ പകൽ അങ്ങനെ സന്നിധാനത്തിൽ അങ്ങനെ കടന്നു വരുന്നു. ഇന്നലെ ഞങ്ങളെ സൗഖ്യമാക്കുന്നത്, ഞങ്ങളുടെ അവസ്ഥ സൗഖ്യമറിയുന്നത്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ സൗഖ്യമറിയുന്നത്, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് മുതൽ സൗഖ്യമറിയുന്നത്. ഞങ്ങളുടെ പ്രതീക്ഷ ക്രിസ്തുവാണ്, ഞങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവാണ്, ഞങ്ങളുടെ ആശ്രയം ക്രിസ്തുവാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സൗഖ്യമാകും. ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ സമാധാനം അനുഭവിക്കും. സ്വർഗ്ഗം പ്രകാരം ചെയ്യും. സ്വർഗ്ഗം സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം, സ്വർഗ്ഗം വിടുവിക്കുന്നതിനായി സ്തോത്രം, സ്വർഗ്ഗം സമാധാനം നൽകുന്നതിനായി സ്തോത്രം. യേശു പ്രകാരം ചെയ്യും, യേശുവിനുള്ള നാമത്തിൽ തന്നെ. ഇന്ന് പകൽക്കാലം എവിടേക്ക് ക്ഷണിച്ച് ദൈവജനം ശുശ്രൂഷിക്കാൻ അവസരം തന്ന പ്രിയ ദൈവസഭയുടെ ദൈവദാസനും ഇവിടെ ആയിരിക്കും ദൈവമക്കൾക്കും വേഗം വരുന്ന ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ സ്നേഹമെന്ന് മരിച്ചുകൊണ്ട് ഞായിരുന്നു നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ അപേക്ഷിക്കുന്നു.